മറ്റൊരാളുടെ കുറവുകൾ എണ്ണിയെടുക്കാൻ എളുപ്പമാണ്. പക്ഷേ ആ കുറവുകളെ പ്രണയിക്കാൻ എത്ര പേർക്ക് കഴിയും? തകരാൻ തുടങ്ങുന്ന പല ബന്ധങ്ങളെയും ചേർത്തു പിടിക്കാൻ ഇതൊന്ന് പരീക്ഷിച്ചാലോ? ആ ഇരുനില വീടിന്റെ 4 ചുവരുകൾക്ക് പോലും അവരുടെ തർക്കങ്ങളുടെ ഭാരം താങ്ങാനാവുമായിരുന്നില്ല. സ്നേഹത്തെക്കാൾ കൂടുതൽ പരാതികൾ വീട്ടിൽ മുഴങ്ങിത്തുടങ്ങിയപ്പോൾ അവർ പരസ്പരം ഒരു തീരുമാനമെടുത്തു. ഉള്ളിലെ നീറ്റലുകൾ ഒരു വെള്ളക്കടലാസിലേക്ക് പകർത്തി എഴുതുക. വൈകുന്നേരം അത് പരസ്പരം വായിച്ചു കേൾപ്പിച്ച് തിരിച്ചറിഞ്ഞ് തിരുത്തി മുന്നോട്ടു പോവുക. ഭാര്യ തന്റെ കടലാസിൽ ഭർത്താവിന്റെ എല്ലാ കുറവുകളും പരാതികളും അക്കമിട്ട് നിരത്തി എഴുതി. വൈകുന്നേരം അവർ പരസ്പരം ഒരുമിച്ചിരുന്നു. അവൾ തന്റെ നീണ്ട പട്ടിക ഓരോന്നായി വായിച്ചു കേൾപ്പിച്ചു. ഭർത്താവ് എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു. വായന കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇനി നിങ്ങൾ എഴുതിയത് വായിക്കൂ. മടക്കിയ ഒരു വെള്ളക്കടലാസ് അയാൾ അവളുടെ കയ്യിൽ കൊടുത്തു. ഹൃദയമിടിപ്പോടെ അവൾ അത് തുറന്നു നോക്കി. അവൾ അത്ഭുതപ്പെട്ടു. അത് ശൂന്യമായ ഒരു കടലാസായിരുന്നു. അവൾ ചോദിച്ചു, ഇതെന്താ ഇതിലൊന്നും എഴുതാത്തത്? അദ്ദേഹം ശാന്തനായി മറുപടി പറഞ്ഞു, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പരാതിയുമില്ല. നിന്റെ കുറവുകളെ പോലും ഞാൻ സ്നേഹിക്കുന്നു. കാരണം ആരും പൂർണ്ണരല്ലെന്ന് എനിക്കറിയാം. ആ നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു, കണ്ഠമിടറി. തന്റെ വലിയ പരാതി പട്ടികയേക്കാൾ എത്രയോ മഹത്തരമായിരുന്നു ശൂന്യമായ ആ കടലാസിലെ സ്നേഹത്തിന്റെ നിശബ്ദതയ്ക്ക്. കുറവുകൾ മാത്രം നോക്കിയിരുന്നാൽ ഒന്നിന്റെയും സൗന്ദര്യം ആസ്വദിക്കാനാവില്ല. ബന്ധങ്ങളെ ദൃഢമാക്കുന്നത് കുറ്റപ്പെടുത്തലുകളല്ല, മറിച്ച് കുറവുകളെ അംഗീകരിക്കാനുള്ള ആ വലിയ മനസ്സാണ്. ഒരാൾക്കും മറ്റൊരാളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച് പൂർണ്ണമായി പെരുമാറാനാകില്ല. എല്ലാവർക്കും അവരവരുടേതായ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടാകും. ചില കാര്യങ്ങളിൽ ഒന്ന് കണ്ണടച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാകൂ. പഴിചാരാൻ തുടങ്ങിയാൽ വേർപിരിയലിന് ശേഷവും അത് തുടർന്നുകൊണ്ടേയിരിക്കും. സ്നേഹിക്കാൻ തുടങ്ങിയാൽ മരണത്തിന് ശേഷവും അത് നിലനിൽക്കും. സമ്പൂർണമായ ഒന്ന് ഈ ലോകത്തില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കാം. ചെറിയ ന്യൂനതകളെക്കാൾ വലുതാണ് ആ ബന്ധം എന്ന യാഥാർത്ഥ്യ ബോധമാണ് പ്രധാനം. മറ്റൊരാളെ നമ്മളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് സ്വാഭാവികമായ നന്മകൾ നഷ്ടപ്പെടുന്നത്. അംഗീകരിക്കുക, സ്നേഹിക്കുക, അതാണ് സന്തോഷകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്